ഇടയ്ക്ക് ഞാൻ ഓർക്കാറുണ്ട്, നമുക്ക് എന്തുകൊണ്ടാണ് മനുഷ്യരെ നഷ്ടപ്പെട്ടു പോകുന്നതെന്ന്. 5 വർഷത്തിനു മുമ്പുള്ള നമ്മളെ ഒന്ന് ഓർത്തു നോക്കൂ. നമ്മുടെ ചുറ്റുമുണ്ടായിരുന്ന ആത്മബന്ധമെന്ന് കരുതി ചേർത്തു പിടിച്ച മനുഷ്യരിൽ എത്ര പേരെ ഇന്നും നമ്മൾ ചേർത്തു പിടിച്ചിട്ടുണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ മധ്യവേനൽ അവധിക്ക് കൂട്ടുകാരെ കാണാനാവില്ലല്ലോ എന്നോർത്ത് നമ്മളിൽ കുറച്ചു പേർക്കെങ്കിലും സങ്കടം വന്നിട്ടുണ്ടാകും. സ്കൂൾ തുറന്നാൽ മതിയെന്ന് അതിയായി ആഗ്രഹിച്ചിട്ടുണ്ടാകും. കോളേജിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ദിവസം ഇനി ആർക്കും തമ്മിൽ കാണാൻ പറ്റില്ലല്ലോ എന്നോർത്ത് ഹോസ്റ്റൽ മുറിയിൽ ഇരുന്ന് കൂട്ടമായി കരഞ്ഞവരുണ്ടാകും. അങ്ങനെ കരഞ്ഞ നമ്മളിന്ന് കാണുമ്പോൾ ചിരിക്കാൻ, മിണ്ടാൻ മറക്കുന്നു. എന്തൊരു അത്ഭുത പ്രതിഭാസമാണ്! മുതലെടുക്കുന്നവരുടെയല്ല, മുതൽ കൂട്ടാവുന്നവരുടെ ഹൃദയത്തിലാണ് ബന്ധങ്ങളുടെ കൂടുകൂട്ടേണ്ടത്. നേടിയതിന്റെയും നഷ്ടപ്പെട്ടതിന്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം നഷ്ടപ്പെട്ടു പോയതിന് തന്നെയാണ്. അതിൽ ഏറ്റവും വലിയ നഷ്ടം ജീവിതത്തിൽ ഇനി ഒരിക്കലും തിരികെ ലഭിക്കാത്ത ഇന്നലകളെയാണ്. ജീവിതത്തിൽ സത്യം പറഞ്ഞു വേദനിപ്പിക്കേണ്ടി വന്നാലും നുണകൾ പറഞ്ഞ് ആരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കരുത്. എനിക്ക് ഞാനാകാനേ കഴിയൂ, അഭിനയിക്കാൻ പഠിച്ചിട്ടില്ല. ഭംഗി വാക്കുകൾ കൊണ്ട് ആരെയും പറ്റിക്കാനും ശ്രമിച്ചിട്ടില്ല. എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, നല്ലതാണെങ്കിൽ കൂടെ കൂടുക, ഇല്ലെങ്കിൽ ഒഴിവാക്കി പോകാം. ഉള്ളതിൽ അഹങ്കരിക്കാതിരിക്കുക, ഇല്ലാത്തതിൽ വിഷമിക്കാതിരിക്കുക. ഉള്ളത് ഇല്ലാതാകാനും ഇല്ലാത്തത് ഉണ്ടാകാനും അധികം സമയം വേണ്ടിവരില്ല. ഞാൻ ആരുമല്ലെന്ന് തോന്നിപ്പിക്കുന്നവരുമുണ്ട്. ഞാൻ ചിലർക്കൊക്കെ ആരൊക്കെയോ ആണ് എന്ന് തോന്നിപ്പിക്കുന്നവരുമുണ്ട് ജീവിതത്തിൽ. എന്നും കൂടെ ഉണ്ടാവുമെന്ന് വാക്കു തരുന്നതിലും നല്ലതാണ് മടുക്കുമ്പോൾ തുറന്നു പറയും എന്നൊരു ഉറപ്പ്. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ചില സമയങ്ങളിൽ നമ്മൾ ഒറ്റക്കാണ്. സമയം എത്ര കടന്നുപോയാലും അനുഭവിച്ച വേദന മറന്നുപോകില്ല. ആളുകൾ ഇഷ്ടപ്പെടാൻ വേണ്ടി നിങ്ങൾ മാറരുത്. നിങ്ങൾ നിങ്ങളായിരിക്കുക. ശരിയായ ആളുകൾ യഥാർത്ഥമായ നിങ്ങളെ ഇഷ്ടപ്പെടും. പരിചിതർ മാത്രമുള്ള ഒരു വലിയ ആൾക്കൂട്ടത്തിലകപ്പെട്ടാൽ നിങ്ങളെ തിരയുന്നതാരാണോ അയാളാണ് നിങ്ങളുടെ സന്തോഷത്തിന്റെ യഥാർത്ഥ കാവൽക്കാരൻ. ഏതൊരു ബന്ധത്തിന്റെയും അടിത്തറ പരസ്പരം തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് അല്ല, മറിച്ച് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ചില അകൽച്ച നല്ലതാണ്, പക്ഷേ അത് എന്നും കൂട്ടിനുണ്ടായവരോട് ആവരുത്. ഊഹങ്ങൾ തെറ്റിയേക്കാം, പക്ഷേ അനുഭവങ്ങൾ ഒരിക്കലും തെറ്റില്ല. കാരണം ഊഹം നമ്മുടെ മനസ്സിന്റെ സങ്കല്പവും അനുഭവം ജീവിത പാഠവുമാണ്. മറവി ബാധിച്ച മനുഷ്യർക്കിടയിലേക്ക് ഇടയ്ക്കൊക്കെ ഇറങ്ങിച്ചെല്ലണം. ഒച്ചയില്ലാതെ, തട്ടി വിളിക്കാതെ, വേദനിപ്പിക്കാതെ, ഒരൊറ്റ നോട്ടം കൊണ്ട്, അതുമല്ലെങ്കിൽ മനോഹരമായ പുഞ്ചിരി കൊണ്ട് ഓർമ്മപ്പെടുത്തണം, ഞാനിപ്പോഴും നിങ്ങളെ മറന്നിട്ടില്ലെന്ന്, സ്നേഹിക്കുന്നുവെന്ന്. കാര്യമാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം കാര്യത്തോടടുക്കുമ്പോൾ പലർക്കും പലതും തമാശയാണ്. നിങ്ങളുടെ കഴിവും മൂല്യവും നിങ്ങൾക്കറിയില്ലെങ്കിൽ അതാരും കണക്കാക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. നമ്മളിൽ പലരുടെയും ജീവിതം ഒരു കാത്തിരിപ്പാണ്, ഒരിക്കൽ എല്ലാം ശരിയാകുമെന്ന കാത്തിരിപ്പ്. നിങ്ങളുടെ ശക്തിയെക്കുറിച്ചോ പോരായ്മകളെക്കുറിച്ചോ മറ്റുള്ളവർ വളരെയധികം അറിയാനുള്ള സാഹചര്യം സൃഷ്ടിക്കരുത്. രണ്ടും ഭാവിയിൽ ഗുണകരമല്ലാത്ത സാഹചര്യം സൃഷ്ടിക്കും. സത്യസന്ധത വളരെ ചിലവേറിയ കാര്യമാണ്. വില കുറഞ്ഞ ആളുകളിൽ നിന്ന് അത് പ്രതീക്ഷിക്കരുത്. സ്നേഹിക്കപ്പെടുകയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട മനുഷ്യനോളം വേദനിക്കുന്ന മറ്റൊരാളും ഉണ്ടാകില്ല. എല്ലാ ദിവസവും ചുരുങ്ങിയത് 10 നിമിഷമെങ്കിലും സന്തോഷത്തോടെ ഒരുമിച്ച് ചിലവഴിക്കുന്ന ദമ്പതികൾ തമ്മിൽ ദൃഢമായ സ്നേഹബന്ധം ഉണ്ടാകും. ജീവിതത്തിൽ ഒന്നും കണ്ട് അഹങ്കരിക്കരുത്. കാരണം ഇന്നുള്ളതൊന്നും നാളെ ഉണ്ടാവണമെന്നില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബന്ധു നിങ്ങൾ തന്നെയാണ്. അവരുടെ പ്രവൃത്തികൾ കാരണം നിങ്ങൾ കരയുന്നത് കണ്ട് സംതൃപ്തി അടയാനുള്ള അവസരം ആർക്കും നൽകരുത്. ചില ബന്ധങ്ങൾ അതിരു കടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും. പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത്.
ഏതു തരത്തിലുള്ള സ്ത്രീയുമായാണോ ഒരു പുരുഷൻ കഴിയുന്നത്, ആ സ്ത്രീയുടെ തലത്തിലേക്ക് അയാളുടെ മനസ്സും എത്തപ്പെടും. നമ്മുടെ ജീവിതത്തിന്റെ പകുതി ഭാഗം നമ്മൾ സൃഷ്ടിക്കുന്നു, ബാക്കി ഭാഗം നമ്മൾ തിരഞ്ഞെടുത്ത സുഹൃത്തുക്കളുടെ സംഭാവനയുമാണ്. നിന്റെ ഉയർച്ചയ്ക്കു വേണ്ടി മറ്റൊരാളുടെ തകർച്ച ആഗ്രഹിക്കരുത്. ജനിക്കുന്നത് നമ്മുടെ തീരുമാനത്തിനനുസരിച്ചല്ല, എന്നാൽ അതിനിടയിലുള്ള ജീവിതം നമ്മുടെ തീരുമാനങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കുക. മനസ്സിലെ വേദനയാണ് പലപ്പോഴും മൗനം പാലിക്കാൻ പഠിപ്പിക്കുന്നത്.